സത്യമാണോ? അവൾ ബാലനെ നോക്കി ചോദിച്ചു. അതെ, അവളുടെ കണ്ണുകളിൽ നോക്കാതെ അയാൾ ഉത്തരം പറഞ്ഞു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോയിക്കോളൂ. ഞാനും അച്ഛനും ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ. ഉണ്ണി അത്രയും പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് വന്നു. അവളുടെ കഴുത്തിൽ അവൻ്റെ താലി നിൽക്കുന്നത് അവൻ ആ വേള ശ്രദ്ധിച്ചു. ഇല്ല, ഞാനിവിടെ നിൽക്കും. എനിക്കെൻ്റെ അപ്പുവേട്ടനെ കാണണം, ഒരു നോക്കെങ്കിലും. അതും പറഞ്ഞ് അവൾ അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു. മോളെ, പറയുന്നത് കേൾക്ക് നീ. അവന് ബോധം വന്ന ഡോക്ടർമാർ പറയും, അപ്പോൾ വന്ന് നമുക്കവനെ കാണാം. അത്രയും സുമ അമ്മുവിനോട് പറഞ്ഞ് അവളുടെ തലമുടിയിൽ തലോടി. വേണ്ട, അപ്പുവേട്ടന് ബോധം വരുന്നത് വരെ ഞാനിവിടെ ഇരുന്നോളാം. പറയുന്നത് കേൾക്ക്, റൂമിൽ ചെന്നിരിക്കെ. അവന് ബോധം വന്ന ഞാൻ നിന്നെ വിളിക്കാം മോളെ. അതും പറഞ്ഞ് ബാലൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും എല്ലാവരുടെയും മിഴികളിൽ നനവ് പടർന്നു. പിന്നീട് ആരോടും ഒന്നും പറയാതെ അമ്മു റൂമിലേക്ക് നടന്നു, കൂടെ സുമയും. രാത്രി 10 ഉണ്ണി റൂമിലേക്ക് നടന്നു. സുമയും അമ്മുവും ഇരിപ്പിടത്തിലിരിക്കുകയാണ്. അവിടെ മൗനം തളം കെട്ടി നിൽക്കുന്നത് വല്ലാത്ത നോവായി ഉണ്ണിക്ക് തോന്നി. സാർ, അപ്പുവേട്ടന് ബോധം വന്നോ? അവൾ ആകാംക്ഷയോടെ ഉണ്ണിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ലെന്ന് അവൻ തല കുലുക്കി കാണിച്ചു. താൻ ഒന്ന് കിടന്നോളൂ. സമയം 11 കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ ഉറക്കമൊഴിച്ചാൽ തനിക്ക് ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒന്ന് കിടക്കാൻ നോക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. താൻ സമാധാനമായി ഒന്ന് കിടക്ക്. അതും പറഞ്ഞ് ഉണ്ണി സുമയുടെ അടുത്തേക്ക് നടന്നു. അവളും നല്ലപോലെ ക്ഷീണിതയായിരുന്നു. അമ്മയൊന്ന് കിടക്ക്. ഇങ്ങനെ ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒന്ന് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് ഉണ്ണി മുറി വിട്ടിറങ്ങി. പിറകിൽ നിന്ന് അമ്മു അവനെ വിളിച്ചു. സാർ, ഞാൻ കൂടെ വന്നോട്ടെ? എനിക്കിവിടെ നിന്ന് എന്തോ മനസ്സിന് വല്ലാത്ത വേവലാതി പോലെ. അതുകൊണ്ട് ഞാനും വന്നിരുന്നോട്ടെ അവിടെ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു. വേണ്ടടോ, ഞാനും അച്ഛനും അവിടെ ഇല്ലേ? പോരാത്തതിന് ജീവനുണ്ട്, അത് മതി. താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അപ്പേട്ടന് ബോധം വന്നാൽ ഞാൻ വന്ന് അറിയിക്കാം. അതും പറഞ്ഞ് അവൻ വീണ്ടും നടന്നു. അവൻ പോകുന്നത് ഇമ വെട്ടാതെ അവൾ നോക്കി നിന്നു. നേരം രാത്രിയുടെ ആണെങ്കിലും സുമയും ബാലനും ജീവനും അമ്മയും ഉണ്ണിയും ഉറങ്ങാതെ അപ്പുവിന് ബോധം തെളിയുന്നത് കാത്തിരുന്നു. അവൻ ഇനി പഴയതുപോലെ തിരിച്ചു വരില്ല എന്ന സത്യം ബാലൻ്റെ ഉള്ളൊലിച്ചു. ഒരുവിധം അവൻ രാത്രിയെ തള്ളി നീക്കി. നേരം നല്ലതുപോലെ വെളുത്തു. ഉണ്ണി അവിടെ തന്നെ ഉണ്ട്, കൂടെ ബാലനും. ഡോക്ടേഴ്സ് ഇടയ്ക്കിടെ അപ്പുവിനെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അപ്പോഴെല്ലാം അവൻ്റെ വിവരങ്ങൾ ബാലൻ അവരോട് ചോദിച്ചറിയും. ബോധം വന്നാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടേഴ്സ് വഴിമാറും. അവൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ ബാലൻ്റെ ഇടനെഞ്ച് പൊട്ടി. അവനെക്കുറിച്ച് മാത്രമല്ല ഇപ്പോൾ ബാലൻ്റെയും സുമയുടെയും ചിന്തകൾ. അവൻ്റെ പെണ്ണായി അവൻ്റെ താലി കഴുത്തിൽ ചാർത്തിയ അമ്മുവിനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആവലാതി തന്നെയാണ്. അനാഥത്വത്തിൽ നിന്ന് വീണ്ടും അനാഥത്വത്തിലേക്ക് തന്നെ യാത്ര തിരിക്കേണ്ടി വന്ന ഒരു പാവം പെണ്ണിൻ്റെ വിലാപം ആശുപത്രി വരാന്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മു ബാത്റൂമിൽ കയറി. സമയം സുമ വേഗം ഉണ്ണിയുടെയും ബാലൻ്റെയും അടുത്തേക്ക് ചെന്നു. ബാലേട്ട, എന്തെങ്കിലും വിവരമുണ്ടോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. ബോധം വീഴാതെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാനാവില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതും പറഞ്ഞ് ബാലൻ മുഖം പൊത്തി ഒരു നെടുവേർപ്പിട്ട്. ഇരിപ്പിടത്തിലിരിക്കുകയായിരുന്നു ബാലൻ്റെ അടുത്ത് ഉണ്ണിയും ഉണ്ട്. രണ്ടുപേരുടെയും മുഖത്ത് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം വ്യക്തമാണ്. ഉണ്ണി, എന്താ മോനെ നമ്മൾ ചെയ്യുക? അവനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പറ്റൂ. അതിന് കാരണം അമ്മുവാണ്. ആ പാവം പെൺകുട്ടി എന്ത് പിഴച്ചു? അവൾ ആറ്റുനോറ്റ് ഒരു ജീവിതം നെയ്തെടുത്തപ്പോൾ അതെങ്ങനെയുമായി? അത് പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ പടർന്നു വീണിരുന്നു. അമ്മ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. ഉണ്ണി അവരെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും സുമയെ റൂമിൽ കാണാത്തതുകൊണ്ട് അമ്മു അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ കരയുന്നത് കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഭീതിയോടെ അവൾ ചോദിച്ചു, എന്താ അമ്മ കരയുന്നത്? അവളുടെ
കണ്ണുകളും നിറഞ്ഞിരുന്നു. ഒന്നുമില്ല മോളെ, ഞാൻ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞതാ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ കണ്ണു തുറച്ചു. എന്തെങ്കിലും വിവരമുണ്ടോ? അവൾ ഉണ്ണിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇല്ലെന്നവൻ തലയാട്ടി കാണിച്ചു. ചുവന്ന റോസാപ്പൂ പോലെയുള്ള അവളുടെ മുഖം വാടിയ താമര പോലെ കാണപ്പെട്ടു. എന്തെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ ചെന്ന് റൂമിലിരിക്കെ. അതും പറഞ്ഞ് ഉണ്ണി അവരെ റൂമിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അപ്പുവിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഡോക്ടർമാർ പറഞ്ഞില്ല. ബോധം വരട്ടെ എന്ന് മാത്രം അവർ പറയുമായിരുന്നു. സുമയും അമ്മുവും ഊണും ഉറക്കവും ഇല്ലാതെ ആശുപത്രിയിൽ തന്നെ 2 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ബാലനും ഉണ്ണിക്കും. അവർക്കും ഊണും ഉറക്കമില്ലാതെ അപ്പുവിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അവർ കാവലിരുന്നു. ഒരു ദിവസം ജീവനോട് പറഞ്ഞ് അമ്മുവിനെയും സുമയെയും വീട്ടിലേക്ക് അയക്കാൻ അപ്പുവും ബാലനും തീരുമാനിച്ചു. എന്തു പറഞ്ഞാലും ശരി, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. എനിക്കെൻ്റെ അപ്പുവേട്ടന് ബോധം വന്നാൽ ഒരു നോക്ക് കാണണം. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ. അതും പറഞ്ഞ് അവൾ ബാലൻ്റെ കാലിലേക്ക് വീണു. അമ്മു, അവസ്ഥയൊന്നും മനസ്സിലാക്ക്. നിങ്ങളിവിടെ നിന്നു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല. വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും കുറച്ച് സമാധാനം കിട്ടും. പ്ലീസ് അമ്മു, പറയുന്നത് കേൾക്ക് പ്ലീസ്. ഉണ്ണി അവൾക്ക് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അമ്മുവും സുമയും ബാലസുമാ മന്ദിരത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലെല്ലാം അവൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്നിരുന്നു. അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ജീവൻ ബാലസുമാ മന്ദിരം കടന്നു. കൂറ്റം മല പോലെ നിൽക്കുന്ന ബാലസുമാ മന്ദിരം ഇരുവരുടെയും കല്യാണത്തിന് വേണ്ടി നല്ലതുപോലെ ഒരുങ്ങിയിരുന്നു. മുറ്റം നിറയെ പൂക്കളാൽ അലങ്കാരമാണ്. പൂക്കളെല്ലാം വാടിയിരിക്കുന്നുവെങ്കിലും അതിനുമുണ്ട് ഒരഴക്. ഗേറ്റ് കടന്ന് വീടിൻ്റെ മുറ്റത്തൂടെ കാർ പോയി. അവിടമാകെ അലങ്കാരമാണ്. ഒറ്റനോട്ടത്തിൽ ആ വീടൊരു പൂങ്കാവനമായി അമ്മുവിന് തോന്നി. ആ കാഴ്ച കണ്ട അമ്മുവിൻ്റെയും സുമയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 പേരും മണവാളനും മണവാട്ടിയുമായി കയറി വരേണ്ടയിടത്തേക്ക് ഇങ്ങനെയൊരു വരവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ താലിയിലേക്ക് അമ്മു ഒരു നോക്ക് നോക്കി. കണ്ണുകൾ സമ്മതിക്കാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു. 2 പേരും കാറിൽ നിന്നിറങ്ങി. 2 പേർക്കും പരസ്പരം ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 പേരും രണ്ടാളുടെ മുറിയിലേക്കായി നടന്നു. സുമ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി. പക്ഷേ അമ്മു നേരെ ചെന്നത് പൂജാമുറിയുടെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്ന് അവൾ മനമുരുകി അപ്പുവിനായി പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പുവേട്ടനൊന്നും വരുത്തല്ലേ. അവൾ മനം നൊന്ന് പ്രാർത്ഥിച്ചു. കുളിയെല്ലാം കഴിഞ്ഞു വന്ന സുമ പൂജാമുറിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മുവിനെയാണ് കണ്ടത്. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ സുമയ്ക്കും കരച്ചിൽ അടയ്ക്കാനായില്ല. അവളും അമ്മുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവങ്ങളോട് അവനെ പഴയതുപോലെ തരാൻ അവർ മനം മുരുകി പ്രാർത്ഥിച്ചു. ബാലൻ, അപ്പുവിന് ബോധം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുന്നോട്ട് നടന്നു. അത് കേട്ടതും ബാലനും ഉണ്ണിയും ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പുവിനെ കണ്ടു. നെഞ്ചിലും കാലിലും കയ്യിലുമെല്ലാം മുറിവുകളാണ്. അവർ അവൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അപ്പു എന്ന് വിളിച്ചു. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. വീണ്ടും വീണ്ടും അപ്പു എന്ന് വിളിച്ചിട്ടും അവൻ്റെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരല്പസമയം അവർ അവൻ്റെ അടുത്ത് തന്നെ തുടർന്നു. അവൻ അപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു. ഉണ്ണി വേഗം പോയി ഡോക്ടറോട് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെ ഓടി വന്നു. അവൻ്റെ കണ്ണുകൾ പതിയെ ഡോക്ടർ പരിശോധിച്ചു. അപ്പു, ഡോക്ടർ അവനെ വിളിച്ചു. പ്രത്യേകിച്ചൊരു നോട്ടമൊന്നും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ വീണ്ടും വിളിച്ചു. പക്ഷെ അവൻ്റെ നോട്ടം ഒരു ദിശയിലേക്കും തിരിഞ്ഞില്ല. അപ്പു, നോക്കൂ, ഇതാരാണെന്ന് ഡോക്ടർ ഉണ്ണിക്കും ബാലനും നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അവൻ അവരെ ഒന്നും നോക്കിയില്ല. അല്പം കഴിഞ്ഞതും അവൻ കണ്ണുകൾ അടച്ചു. ഉണ്ണിയും ബാലനും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന് നമ്മളെ ഒന്നും അറിയുന്നില്ല ഉണ്ണി. അതും പറഞ്ഞ് ബാലൻ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഉണ്ണിക്കും അവൻ്റെ കണ്ണുനീരിൻ്റെ ഒഴുക്കിനെ തടയാൻ സാധിച്ചില്ല. പരിസരബോധമില്ലാതെ 2 പേരും പൊട്ടിക്കരഞ്ഞു. എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഡോക്ടേഴ്സുമാരും നഴ്സുമാരും സ്തംഭിച്ച് നിൽക്കുകയാണ്. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അപ്പു കണ്ണുകൾ തുറക്കും. പക്ഷേ ചലനമില്ലാത്ത പാവയെപ്പോലെ കണ്ണുകൾ മാത്രം തുറന്നങ്ങനെ കിടക്കും. അവൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. 1 മാസത്തോളം ആ കിടപ്പ് ആശുപത്രിയിൽ അവൻ കിടന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഡോക്ടർ ബാലനോട് പറയുന്നത്, ഇനി ഇവിടെ തുടർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല.
സോ നിങ്ങൾക്ക് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത് കേട്ടപ്പോൾ ബാലൻ ഒന്ന് ഡോക്ടറെ നോക്കി. ഡോക്ടർ വീണ്ടും തുടർന്നു. മുടങ്ങാതെ ഫിസിയോതെറാപ്പി ചെയ്യണം. കുറച്ച് മരുന്നുകളുണ്ട്, അതെല്ലാം കൃത്യമായി കൊടുക്കണം. ഒരു പക്ഷേ ഇതെല്ലാം ചെയ്താൽ ജീവൻ നിലനിർത്താം, അത്രമാത്രം. അല്ലാതെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഉറപ്പ് നൽകാനാവില്ല എന്നും പറഞ്ഞ് ഡോക്ടർ നടന്നു.